വെൽക്കം ടു എക്സൽ എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ ആൻസർ ചെയ്യാൻ പോകുന്നത്. PSC നടത്തിയ LGS എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്പർ 33/2019 M. ആദ്യ ക്വസ്റ്റ്യൻ: കേരള വിദ്യാഭ്യാസ നയത്തിന് രൂപം നൽകിയ മന്ത്രി ആര്? ഉത്തരം: ജോസഫ് മുണ്ടശ്ശേരി. രണ്ടാമത്തെ ചോദ്യം: ഭോപ്പാൽ ദുരന്തത്തെ ആസ്പദമാക്കി ഡൊമിനിക് ലാപ്പിയർ എഴുതിയ പുസ്തകം. ഉത്തരം: ഇറ്റ് വാസ് 5 past midnight. മൂന്നാമത്തെ ചോദ്യം: എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിൽ നിന്നാണ് NH-17 ആരംഭിക്കുന്നത്. അത് അവസാനിക്കുന്നത് എവിടെ? ഉത്തരം: പനവേൽ. നാലാമത്തെ ചോദ്യം: സാർവദേശീയ മനുഷ്യാവകാശ ദിനം ആയി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം: ഡിസംബർ 10. അടുത്തത്: ടു സെയിൻസ് എന്ന പുസ്തകം എഴുതിയ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭിന്നശേഷിക്കാരനായ മകനെ കൊണ്ടാണ് തൻ്റെ പുസ്തകങ്ങൾ പ്രകാശിപ്പിക്കുന്നത്. ആരാണ് അദ്ദേഹം? ഉത്തരം: അരുൺ ഷൂറി. ആറാമത്തെ ചോദ്യം: കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന വ്യക്തി. ഉത്തരം: കേരള വർമ്മ വലിയ കോയി തമ്പുരാൻ. ഏഴാമത്തെ ചോദ്യം: കെട്ടിടങ്ങൾക്കുള്ളിൽ മറഞ്ഞിരിക്കുന്നവരെ അവർ അറിയാതെ നിരീക്ഷിക്കുവാൻ സഹായിക്കുന്ന ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ ഏജൻസി വികസിപ്പിച്ചെടുത്ത തെർമൽ ഇമേജിംഗ് റഡാറിൻ്റെ പേര്? ദിവ്യചക്ഷു. 8. ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ ശാസ്ത്രജ്ഞൻ? APJ അബ്ദുൽ കലാം. 9. ചോദ്യം: ഹിമാലയൻ പ്രദേശങ്ങളിലെ വൃക്ഷങ്ങളെ സംരക്ഷിക്കുവാൻ സുന്ദർലാൽ ബഹുഗുണ ആരംഭിച്ച പ്രസ്ഥാനം? ഉത്തരം: ചിപ്കോ പ്രസ്ഥാനം. 10. ചോദ്യം: ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി? ഉത്തരം: ബാലഗംഗാധര തിലക്. 11. ചോദ്യം: ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന പ്രതിജ്ഞ ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞയായി പ്രഖ്യാപിച്ചതെന്നാണ്? ഉത്തരം: 1965 ജനുവരി 26. കേരളത്തിലെ നവീന ശിലായുഗ കേന്ദ്രം? ഉത്തരം: എടയ്ക്കൽ. അടുത്തത്: GST എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ചരക്കു സേവന നികുതി ഇന്ത്യയിൽ നടപ്പിലാക്കിയത് എന്ന് മുതൽ? 2017 ജൂലൈ 1. 14. ചോദ്യം: ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്? ഉത്തരം: HJ കനിയ. 15. ചോദ്യം: സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ? ഉത്തരം: അമർത്യ സെൻ. 16. ചോദ്യം: ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന പ്രസ്ഥാനം ആണ് നീതി ആയോഗ്. എന്നാണ് ഇത് നിലവിൽ വന്നത്? ഉത്തരം: 2015 ജനുവരി 1. 17. ഭരണഘടനാപരമായി പരിഹാരം കാണുവാനുള്ള അവകാശത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവുമാണെന്ന് പറഞ്ഞതാരാണ്? ഉത്തരം: ഡോക്ടർ BR അംബേദ്കർ. 18. ചോദ്യം: ബ്രിട്ടീഷ് ഇന്ത്യയിലെ നീലം കർഷകരുടെ ദുരിതം വിവരിക്കുന്ന നാടകം? ഉത്തരം: നീല ദർപ്പൺ. 19. ചോദ്യം: ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സംസ്ഥാനം? ബംഗാൾ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ.
21. ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതാനുഭവങ്ങൾ ചിത്രീകരിക്കുന്ന സിനിമയാണ് മേക്കിംഗ് ഓഫ് മഹാത്മാ. ആരാണ് ഇതിൻ്റെ സംവിധായകൻ? ശ്യാം ബെനഗൽ. 22. നൈ താലിം ആര് വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ്? ഗാന്ധിജി. 23-ാമത്തെ ചോദ്യം. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി? ജവഹർലാൽ നെഹ്റു. 24. പഴശ്ശിരാജയെക്കുറിച്ച് എഴുതിയ പുസ്തകമാണ് കേരളസിംഹം. ആരാണ് ഇത് എഴുതിയത്? സർദാർ KM പണിക്കർ. കണ്ടൽ ചെടി സംരക്ഷണത്തിലൂടെ പ്രസിദ്ധനായ കേരളീയൻ? കല്ലേൽ പൊക്കുടൻ. 26-ാമത്തെ ചോദ്യം. വാസ്തുവിദ്യ മേഖലയിലെ ഗാന്ധിജി എന്നറിയപ്പെടുന്നത് ആര്? ലാറി ബേക്കർ. 2017 ഏഷ്യൻ അത്ലറ്റിക് മീറ്റ് നടന്ന സ്ഥലം? ഭുവനേശ്വർ. ഇന്ത്യൻ സ്പോർട്സിൻ്റെ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ സ്പോർട്സിൻ്റെ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നത് ആര്? PT ഉഷ. 29. ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളം? കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളം, നെടുമ്പാശ്ശേരി. മധ്യകാല ഇന്ത്യയിലെ ആദ്യത്തെയും അവസാനത്തേതുമായ വനിതാ ഭരണാധികാരി? സുൽത്താന റസിയ. കറൻസി നോട്ട് ഇന്ത്യയിൽ ആദ്യമായി പ്രിന്റ് ചെയ്തത്? ഷെർഷാ സൂരി. 32. അഷ്ടപ്രധാൻ എന്ന മന്ത്രിസഭ ഏത് രാജവംശവുമായി ബന്ധപ്പെട്ടതാണ്? മറാത്ത. മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം? സംക്ഷേപ വേദാർത്ഥം. ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ഉയർത്തിയതാര്? സുഭാഷ് ചന്ദ്രബോസ്. ട്രായ് ശുപാർശയനുസരിച്ച് പോലീസ്, ഫയർഫോഴ്സ്, ആംബുലൻസ് എന്നിവയ്ക്ക് ഇന്ത്യയിലാകമാനം നിലവിൽ വന്ന പൊതു നമ്പർ? 112. 112. ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ആര്? ചാൾസ് മെറ്റ്കാഫ്. 37. അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത്? മാഡം ബിക്കാജി കാമ. 38-ാമത്തെ ചോദ്യം. പ്രച്ഛന്ന ബുദ്ധൻ എന്ന് അറിയപ്പെടുന്ന മഹാൻ? ശങ്കരാചാര്യർ. 39. ഇന്ത്യയിലെ ഭരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഏറ്റെടുത്തത് എന്ന്? 1857. 40-ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന മഹാൻ? ദാദാഭായ് നവറോജി. 41-ാമത്തെ ചോദ്യം. ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദിയുടെ ഇന്നത്തെ പേര്? പെരിയാർ. കാർഷിക ഗ്രാമീണ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക്? നബാർഡ്. 43-ാമത്തെ ചോദ്യം. രാഷ്ട്രത്തിൻ്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന ഭരണഘടനയിലെ ഭാഗം? നിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ പ്രഥമ വനിതാ മുഖ്യമന്ത്രി? സുജേത കൃപാലിനി. ചൗരി ചൗര സംഭവത്തിൻ്റെ ഫലമായി പെട്ടെന്ന് നിർത്തിവെച്ച പ്രക്ഷോഭം? നിസ്സഹകരണ പ്രസ്ഥാനം.
വിവരസാങ്കേതിക നിയമം പാസാക്കിയ വർഷം 2000. ഭാരതരത്നം നേടിയ ആദ്യ വനിത ഇന്ദിരാഗാന്ധി. ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ് കർഷക ദിനമായി ആചരിക്കുന്നത്? ചരൺ സിംഗ്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത്? ഉത്തര മഹാസമതലം. പോട്ടണോപോളിസ് എന്നറിയപ്പെടുന്ന നഗരം? മുംബൈ. 51-ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക എന്നറിയപ്പെടുന്നത്? കൽക്കട്ട. കൽപ്പന ചൗള സഞ്ചരിച്ചിരുന്ന ശൂന്യാകാശ വാഹനത്തിൻ്റെ പേര്? കൊളംബിയ. ഗ്രീനിച്ച് സമയം കൃത്യമായി കാണിക്കുന്ന ഉപകരണം? ക്രോണോമീറ്റർ. ഇന്ത്യയുടെ തെക്കേ അറ്റം? ഇന്ദിരാ പോയിൻ്റ്. ഇന്ത്യയിൽ അവസാനം രൂപം കൊണ്ട സംസ്ഥാനം? തെലുങ്കാന. 56-ാമത്തെ ചോദ്യം. സൂര്യോദയവും അസ്തമയവും കാണാവുന്ന സ്ഥലം? കന്യാകുമാരി. ഇന്ത്യയിൽ എത്ര സമയമേഖലകളുണ്ട്? 1. ദക്ഷിണ ഭോജൻ എന്നറിയപ്പെടുന്ന രാജാവ്? സ്വാതി തിരുനാൾ. 1936-ൽ പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? AK ഗോപാലൻ. 60-ാമത്തെ ചോദ്യം. ആഗസ്റ്റ് 15 ഇന്ത്യയെ കൂടാതെ മറ്റൊരു രാജ്യത്തിൻ്റെയും സ്വാതന്ത്ര്യ ദിനമാണ്. ആ രാജ്യം ഏതാണ്? ദക്ഷിണ കൊറിയ. അന്താരാഷ്ട്ര മണ്ണ് വർഷം? 2015. കേരളത്തിലെ പ്രധാന നെല്ല് ഗവേഷണ കേന്ദ്രം? പട്ടാമ്പി. പുല്ലുവർഗത്തിലെ ഏറ്റവും വലിയ സസ്യം? മുള. 64-ാമത്തെ ചോദ്യം. ആഫ്രിക്കയിലെ ലൈബീരിയയിൽ 10,000-കണക്കിന് ആളുകൾ മരണപ്പെട്ട രോഗം വവ്വാലുകളാണ് പടർത്തുന്നത് എന്നാണ് കണ്ടെത്തിയത്. ഏതാണ് ആ രോഗം? എബോള. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം ഏത്? കുരുമുളക്. ലോക പരിസ്ഥിതി ദിനം? ജൂൺ 5. സ്കർവി ഏത് വിറ്റാമിൻ്റെ കുറവ് കൊണ്ട് ഉണ്ടാകുന്നതാണ്? വൈറ്റാമിൻ സിയുടെ കുറവ് കൊണ്ടുണ്ടാകുന്നതാണ്. 68-ാമത്തെ ചോദ്യം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ത്വക്ക്. 69. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന സൗജന്യ ചികിത്സാ പദ്ധതി? ആരോഗ്യ കിരണം. 70-ാമത്തെ ചോദ്യം. ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകം ഏത്? പ്രോട്ടീൻ. 71. ആവർത്തന പട്ടികയിൽ 18-ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന വാതകങ്ങൾ നിഷ്ക്രിയ വാതകങ്ങൾ എന്നറിയപ്പെടുന്നു. നിഷ്ക്രിയ വാതകമല്ലാത്തത് ഏത് എന്ന് കണ്ടുപിടിക്കുക. ഉത്തരം ഹൈഡ്രജൻ. 72. ഹൈഡ്രജൻ എന്ന മൂലകത്തിൻ്റെ ഏത് ഐസോട്ടോപ്പ് ആണ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത്? ഡ്യൂറ്റീരിയം. 73-ാമത്തെ ചോദ്യം. ലോഹ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ധാതു അയിര് എന്നറിയപ്പെടുന്നു? അലൂമിനിയത്തിൻ്റെ അയിര് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഉത്തരം ബോക്സൈറ്റ്. 74. ISI മാനദണ്ഡമനുസരിച്ച് 1-ാം ഗ്രേഡ് ടോയ്ലറ്റ് സോപ്പിൻ്റെ TFM
എത്ര ശതമാനത്തിൽ കുറയാൻ പാടില്ല? ഉത്തരം 76%. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏത്? നൈട്രജൻ. ഒരു ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലം പെൻസ്റ്റോക്ക് കുഴലിലൂടെ താഴോട്ടൊഴുകുമ്പോൾ ഉള്ള ഊർജ രൂപമേത്? ഗതികോർജം. 77ാമത്തെ ചോദ്യം. ഒരേ തീവ്രതയിലുള്ള പച്ച, ചുവപ്പ് എന്നീ പ്രാഥമിക വർണ്ണങ്ങൾ കൂടിച്ചേർന്നാൽ ലഭിക്കുന്ന ദ്വിതീയ വർണ്ണം ഏത്? മഞ്ഞ. 78ാമത്തെ ചോദ്യം. സാധാരണ അന്തരീക്ഷമർദ്ദത്തിൽ ഐസ് ഉരുകുന്ന താപനില സെൽഷ്യസ് തെർമോമീറ്ററിൽ എത്രയാണ്? 0 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. 79ാമത്തെ ചോദ്യം. ചില ഖരപദാർത്ഥങ്ങളെ ചൂടാക്കുമ്പോൾ ദ്രാവകമാവാതെ നേരിട്ട് വാതകമായി മാറുന്നു. ഈ പ്രക്രിയ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്പതനം. 80ാമത്തെ ചോദ്യം. ഒരു സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏതാണ്? ഉത്തരം പ്രകീർണനം. നമ്മുടെ ചോദ്യങ്ങൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.